നെക്സ്റ്റ് നമുക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക്, കോഫി ബ്രൗൺ. ഇതിങ്ങനെ ഒരു ത്രെഡ് വർക്കാണ്, വൈറ്റ്. ഇത് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതും കോട്ടൺ ത്രെഡ് വർക്ക്. നല്ല മെറൂൺ ഷെയ്ഡ്, ഒരു ഡസ്റ്റ് ഓറഞ്ച് കളറ്, ബ്ലൂ ഷെയ്ഡ്, ഇത് ബ്ലാക്ക് ഷെയ്ഡ്. ഇതിൻ്റെ ഡിസൈൻ വന്നപ്പോഴേക്കും ചെറിയൊരു ചേഞ്ചായി. ഗ്രേ, ബ്ലൂ, സെയിം പ്രൈസ് അല്ലേ, 510. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഫർ പോലെ വന്നിട്ടുള്ള ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ ഒത്തിരി റണ്ണിങ് മെറ്റീരിയലൊക്കെ വരുന്നതാണ്. വിത്ത് 420 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലോ റേഞ്ചിൽ വന്നിട്ടുള്ള ഇത് മുന്തിരി കളറ്, ഇത് ബ്ലാക്ക്, വീണ്ടും ഗ്രീനിൻ്റെ ഒരു വെറൈറ്റി ഷെയ്ഡ്, നേവി ബ്ലൂ, മറൂൺ. നെക്സ്റ്റ് നമുക്ക് കോട്ടണിലേക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ്, ഫ്രണ്ട് ഓപ്പൺ. പ്രൈസ് 560. ഇതൊരു വാടാമല്ലി കളറ്, ബ്ലാക്ക് ഷെയ്ഡ്, നല്ലൊരു മെറൂൺ ഷെയ്ഡ്, ഒരു ബ്ലൂ. നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറസൻ ബ്ലൂ, 550. ഇതിൻ്റെ ഫ്രണ്ട് നെക്കൊക്കെ ഇതാ ഇങ്ങനെ വരുന്നു. ബാക്ക് നല്ല വൈഡാണ്. ബാക്ക് ഒരു വൈഡാണ്. പ്രൊഡക്ഷൻ ബേസിൽ നമുക്ക് വരുന്നതാണ്, ബഡ്ജറ്റ് റേഞ്ചിൽ. പെട്ടെന്ന് ഒരു എമർജൻസി കേസിൽ നമുക്ക് അങ്ങനെയൊക്കെ വരുന്ന ഒക്കേഷൻസിലേക്ക് ഒരു ഗോൾഡൻ സാരി എടുത്തു അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ സമയമില്ല എന്നുള്ള തോന്നുന്നവർക്കൊക്കെ ഓൾട്രേഷൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചാണ്. അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ പൈപ്പിങ്ങിലൊക്കെ ചെറിയ ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന ഒരു പെർഫെക്ഷൻ നമുക്കിപ്പം റെഡിമെയ്ഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മളുടെ പ്രൊഡക്ഷൻ അല്ല, നമ്മളുടെ സ്റ്റിച്ചിങ്ങും അല്ല. നല്ല നേവി ബ്ലൂ അല്ലേ, മാച്ചിങ് ആണ്. നമുക്ക് ജസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഇതെങ്ങനെ വരുന്നു, ഇത് ഗ്രീൻ, മെറൂൺ, വീണ്ടും ഒരു ബഗണ്ടി. ആഹാ, വെൽവെറ്റിൽ നല്ല വെൽവെറ്റിന് ബ്ലൗസിൻ്റെ എൻക്വയറി ഉണ്ടല്ലേ, നല്ല എൻക്വയറി അല്ലേ. വെൽവെറ്റ് വന്നിട്ട് ഫ്രീ സൈസിൽ 380. ആഹാ, വീണ്ടും ബ്ലൂ ഷെയ്ഡിലേക്ക്. ആ വെൽവെറ്റിൻ്റെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഓരോ കളേഴ്സുകളാണ്. ഇതൊക്കെ കണ്ടോ, നല്ലൊരു പ്ലെയിൻ കോട്ട. ആ സെറ്റ് മുണ്ടെടുത്തടാ. അതെ, ഇത് വരുന്ന കണ്ടോ, കോട്ടണിലേക്ക് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ടിഷ്യൂൻ്റെ ഒക്കെ കൂടെ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇതേ നോക്കൂ, കണ്ടോ, നല്ല കോൺട്രാസ്റ്റാണ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ ബ്ലൗസ് ഇല്ലാതിരിക്കണ ഒരു പ്ലെയിൻ സാരിയോ അല്ലെങ്കിൽ സിംഗിൾ കളറിലേക്ക് വരുന്നതിന് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എന്നുള്ള രീതിയിലേക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് ആണെന്ന് നമ്മൾ കാണിച്ചത്. വേണ്ടവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം. താങ്ക് യു. ഡിസൈൻസ്, അങ്കമാലി.